ഇന്നൊരു കൂർക്ക മെഴുക്കുവരട്ടി ആയാലോ. കൂർക്ക മേടിക്കൽ കുറവാണ്, കാരണം എന്ന് വെച്ചാൽ നന്നാക്കാൻ കുറച്ച് പണിയാണ്. പിന്നെ ഇവിടെ എനിക്കാണ് കൂർക്ക ഭയങ്കര ഇഷ്ടം, വേറെ ആർക്കും അത്ര ഇഷ്ടമൊന്നുമല്ല. ഇപ്പോൾ പിന്നെ കൂർക്ക ഇന്ന് എനിക്ക് ഒരാൾ സ്നേഹത്തോടെ നന്നാക്കി തൊലിയൊക്കെ കളഞ്ഞ് മുറിച്ച് കൊണ്ട് തന്നപ്പോൾ പിന്നെ എങ്ങനെയാണ് ഉണ്ടാക്കി കഴിക്കാതിരിക്കുക. ഞാൻ എപ്പോഴോ സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് കൂർക്ക ഭയങ്കര ഇഷ്ടമാണെന്ന് പറഞ്ഞതുകൊണ്ട് എൻ്റെ അടുത്തുള്ളൊരു ചേച്ചി, മേരി ചേച്ചി നട്ട പേര് മേരി ചേച്ചി, അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് നന്നാക്കി റെഡിയാക്കി കൊണ്ട് തന്നു. പിന്നെ എനിക്ക് ഭയങ്കര സന്തോഷവും തോന്നി, സങ്കടവും തോന്നി കേട്ടോ. അപ്പോൾ പിന്നെ ഉണ്ടാക്കാതിരിക്കുകയാണ് എങ്ങനെയാണ്. അപ്പം അതിന് ഞാനത് കുക്കറിൽ മഞ്ഞൾപ്പൊടി ഉപ്പിട്ട് വേവിച്ചു. പിന്നെ വെളിച്ചെണ്ണയിൽ ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും ചുമന്ന മുളക് ചതച്ചതല്ലായിരുന്നു, അപ്പോൾ ഞാൻ കത്രി കൊണ്ട് കട്ട് ചെയ്തെടുത്ത് കരിവേപ്പിലയും കൂടി ഇട്ട് വഴറ്റിയിട്ട് പിന്നെ നമ്മൾ ആ വേവിച്ച കൂർക്കയിലേക്ക് ഇട്ട് കൊടുത്തു. അപ്പോൾ ചെറിയ കുക്കറിൽ വേവിച്ചുകൊണ്ട് കുറച്ച് വെള്ളപ്പെട്ടുണ്ടാവില്ല, അപ്പോൾ അതൊന്ന് വറ്റണ വരെ കുറച്ച് മുളക് പൊടിയും കൂടി ഇട്ടു, കാശ്മീരി ചില്ലി പൗഡർ ഇട്ടിട്ടത്. എന്നിട്ട് നന്നായിട്ട് ഇളക്കി മിക്സാക്കി കൊടുത്തു. ഉപ്പിട്ടിട്ടാണല്ലോ വേവിച്ചത്, അതുകൊണ്ട് ഞാൻ വേറെ എക്സ്ട്രാ ഉപ്പൊന്നും ആഡ് ചെയ്തിട്ടില്ല. ഉള്ളിയിൽ വേണമെങ്കിൽ കുറച്ച് ഉപ്പ് ആഡ് ചെയ്യാം കേട്ടോ. അതിന് ഉപ്പ് കുറച്ച് കുറവാണ് യൂസ് ചെയ്യൽ. ഇത്രേ ഉള്ളൂ, നമ്മുടെ കൂർക്ക മെഴുക്കുവരട്ടി റെഡിയായി. പിന്നെ അപ്പോൾ ചോറ് വിളമ്പി കാണിച്ചു തരാമല്ലോ. എൻ്റെ ഫേവറേറ്റ് കൂർക്ക മെഴുക്കുവരട്ടി കൂട്ടിയിട്ട് കഴിക്കുന്നു. കപ്പയ്ക്കയും പരിപ്പായിരുന്നു കേട്ടോ കറി. അപ്പോൾ കറി ഒഴിച്ചു, കപ്പയ്ക്കയും പരിപ്പും കൂടി. അപ്പോൾ പുളിയില്ലല്ലോ, അപ്പോൾ പുളിയില്ല എന്തെങ്കിലും വേണം കൂർക്ക മെഴുക്കുവരട്ടി. ഇപ്പോൾ പുളിക്കായിട്ട് ബീറ്റ്റൂട്ട് ഉണ്ടായിരുന്നു, ബീറ്റ്റൂട്ട് ഒരു പച്ചടിയാക്കി അരച്ചിട്ടാണ് ഉണ്ടാക്കിയത്. അപ്പോൾ കുറച്ച് വെള്ളമായിട്ടാക്കിയത്. ഞാനിവിടെ ചെറിയ ആൾക്ക് ഇഷ്ടമാണ് ബീറ്റ്റൂട്ട് ഒഴിച്ചിട്ട് കഴിക്കുമ്പോൾ ചോറ് പിങ്ക് കളറാവില്ലേ, അപ്പോൾ അതുകൊണ്ട് അവന് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ പപ്പടം, നെല്ലിക്ക, അച്ചാറും. ഇതാണ് ഞങ്ങളുടെ ഇന്നത്തെ ഉച്ചയൂണ്. അപ്പോൾ കൂർക്ക മെഴുക്കുവരട്ടി ഇഷ്ടമുള്ളവർ ഒന്ന് കമൻറ്റ് ചെയ്യണേ. കൂർക്ക മെഴുക്കുവരട്ടി ഇങ്ങനെയാണോ ഉണ്ടാക്കണതെന്നും കൂടി ഒന്ന് കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഓക്കെ, ബൈ.